നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സമ്മേളനത്തിന്റെ 14ാം ദിവസമായ ഇന്ന് സഭയിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ എന്ന സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ പ്രോട്ടോകോൾ, ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, ലഹരിക്കെതിരെ ബോധവൽക്കരണം, ദേശീയപാത 66ന്റെ പ്രവൃത്തി പുരോഗതി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംസ്ഥാനത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശുചിത്വം ഉറപ്പുവരുത്താൻ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ കുടുംബശ്രീയുടെ സഹകരണത്തോടെ 14 ജില്ലകളിലും നടപ്പിലാക്കി വരുന്നതായും മന്ത്രി പറഞ്ഞു. തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് പൊതുവെ സർക്കാർ നൽകുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് കൊണ്ടുവന്ന് ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യം പൊതുവെ നടപ്പിലാക്കാൻ എല്ലാ വകുപ്പും യോജിച്ചുകൊണ്ടാണ് ശ്രമിക്കുന്നത്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന കുട്ടികളിലെ ലഹരി വ്യാപനം തടയാൻ സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി MP രാജേഷ് അറിയിച്ചു. ലഹരി ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ധാരാളം പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പമ്മ റിസോഴ്സ് ഗ്രൂപ്പായി രക്ഷിതാക്കളുടെ കൂട്ടായ്മ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജൂൺ 26-ന് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ പാർലമെന്റ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജൂൺ 26-ന് ലഹരി വിരുദ്ധ പാർലമെന്റ്, ശിശുദിനത്തിൽ പ്രത്യേകമായിട്ടുള്ള അസംബ്ലി, ഒക്ടോബർ 2-ന് സംവാദ സദസ്സ്, ക്ലാസ് സഭകൾ, ജനുവരി 30-ന് എന്നിങ്ങനെയുള്ള വിപുലമായ പരിപാടികളാണ് നടത്തുന്നത്. ഏതെങ്കിലും ഒരാഴ്ച സംഘടിപ്പിക്കുക എന്നുള്ളതല്ല. ദേശീയപാത 66 2025 ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സഭയെ അറിയിച്ചു. 2025 ഡിസംബറിൽ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 45 മീറ്റർ 6 വരി യാഥാർത്ഥ്യമാക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്താൻ നിശ്ചയിച്ചത്. 100, 200, 500, 1000 കോടിയല്ല സർ, 5580 കോടി രൂപ ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു. വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തു നിന്ന് T സിദ്ദിഖും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. വയനാട് ദുരന്തം നടന്നിട്ട് 8 മാസമായിട്ടും അർഹതപ്പെട്ടവരുടെ പുനരധിവാസത്തിന്റെ പട്ടിക പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്ന് ശ്രീ T സിദ്ദിഖ് ആരോപിച്ചു. ഇക്കാര്യത്തിലെ കേന്ദ്ര സമീപനം മനുഷ്യത്വപരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ട അടിയന്തര സഹായം അവർ തന്നില്ല. അവസാനം അവർ 529.5 കോടി രൂപ അവർ തന്ന 16 പദ്ധതികൾക്കായി തന്നപ്പോൾ അവർ 50 വർഷത്തെ കാലാവധി കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ടതായിരിക്കുന്ന ഒരു കാലപരിധി നിശ്ചയിച്ചാണ് അവർ നമുക്ക് നൽകിയത് സാർ. എത്രത്തോളം ലജ്ജാകരമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ. ജന്മിയുടെ സമീപനത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് എന്നുള്ളത് ദുഃഖത്തോടു കൂടി പറയാൻ സാധിക്കും. എന്നാൽ വയനാട്ടിലെ പുനരധിവാസത്തിനായി മനുഷ്യസാധ്യമായതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ മറുപടി നൽകി. പുനരധിവാസ പ്രവർത്തനത്തെ ഒരു മനസ്സായി നിന്ന് അംഗീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അഭിമാനകരമായിട്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയയിലാണ് നമ്മൾ എല്ലാവരും ചേർന്ന് ഇടപെട്ടത്. സാർ, 23 ദിവസത്തിനുള്ളിൽ ദുരന്തബാധിതരായ എല്ലാ കുടുംബങ്ങളെയും, ദുരന്ത മേഖലയിലുള്ളവരെയും, ഭയചകിതരായ കുടുംബങ്ങളെയും നമുക്ക് വാടക വീടുകളിലേക്ക് മാറ്റാൻ സാധിച്ചു. സാർ, 300 രൂപയുടെ ജീവനോപാധി സഹായം 2181 വ്യക്തികൾക്ക് 3 മാസം നൽകി. ഇനി 9 മാസം കൂടി നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളാൻ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. വയനാട്ടിലെ ഈ മുണ്ടകൈ ചൂരൽമലയിലെ ദുരന്തബാധിതരെ ഗവൺമെന്റ് ഇപ്പോൾ ആദ്യം കാണിച്ച ആവേശം മുഴുവൻ നഷ്ടപ്പെടുത്തി
ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല, അവർ പ്രയാസത്തിലാണ് സാർ. അതിൽ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതിന്റെയും അനുബന്ധ തുറമുഖങ്ങളുടെ വികസനം ഉറപ്പുവരുത്തേണ്ടതിന്റെയും ആവശ്യകതയിലേക്ക് ശ്രീ അഹമ്മദ് ദേവർകോവിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനും ഇടുക്കി ജില്ലയിൽ കാർഡമം ഹിൽ റിസർവ് മേഖലയിലെ പട്ടയം സംബന്ധിച്ച വിഷയത്തിൽ ശ്രീ PJ ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും മറുപടി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തോടൊപ്പം ബേപ്പൂര്, കൊല്ലം, അഴീക്കോട് ഉൾപ്പെടെയുള്ള അനുബന്ധ തുറമുഖങ്ങളുടെ വികസനവും നവീകരണവും കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വലിയ അവസരങ്ങൾ സൃഷ്ടിക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, ഔട്ടർ റിംഗ് റോഡ്, വിഴിഞ്ഞം, കൊല്ലം, പുനരൂർ വളർച്ചാ ത്രികോണം മുതലായവ യുദ്ധകാലാടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാക്കി തുറമുഖ നിർമ്മാണം മൂലമുള്ള നേട്ടങ്ങൾ പരമാവധി ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. പട്ടയ നടപടികൾ ഈ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് വെക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ എവിടം വരെയായി? ഇക്കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടിയുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ആരാഞ്ഞിട്ടുണ്ട്. ആ നിയമോപദേശം ഏറ്റവും ചുരുങ്ങിയ തവണ കിട്ടാൻ വേണ്ടി രണ്ടാമതൊരു തവണ കൂടി ഞങ്ങൾ ഇടപെട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ന് സഭയിൽ അവതരിപ്പിച്ച 9 സബ്മിഷനുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നോട്ടീസ് നൽകിയ ചട്ടത്തിനുള്ള ഭേദഗതികൾ സഭ ഇന്ന് പരിഗണിച്ചു. SRO നമ്പർ 312/2021 വിജ്ഞാപനത്തിനുള്ള ഭേദഗതി നോട്ടീസ് ഞാൻ അവതരിപ്പിക്കുകയാണ്. 18ാമത്തെ സീലും പേരുന്നുള്ള ആ ഭേദഗതി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നല്ല നിർദ്ദേശങ്ങളാണ് ബഹുമാനായ അംഗം നൽകിയത്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇവിടെ 13-ലധികം ഭേദഗതികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയും സൂക്ഷ്മമായി പഠിച്ച് ഭേദഗതി നിർദ്ദേശിച്ച ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജനെ സഭ ചെയർ അനുമോദിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ വിവിധ ധനാഭ്യർത്ഥനകൾ സഭ ചർച്ച ചെയ്ത് പാസാക്കി. 9, 18, 19, 33, 39, 41 എന്നീ നമ്പർ ധനാഭ്യർത്ഥനകളിൽ മേലാണ് ഇന്ന് ചർച്ച നടന്നത്. 23 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചർച്ചയ്ക്ക് ശേഷം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി. ഈ സർക്കാർ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജീവനക്കാർക്ക് ചെലവ് ചുരുക്കിയും വരുമാനം വർദ്ധിച്ചും ജീവനക്കാർക്ക് കൊടുക്കാനുള്ള കിട്ടാവുന്ന എല്ലാ പണവും ശേഖരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. KSRTCയിലെ മദ്യവെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, അത് ഒരു മോശമായ കാര്യമാണ്. അത് തടഞ്ഞതിന് ശേഷം KSRTCയിൽ 37.77% ആക്സിഡൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാനത്ത് KSRTC വണ്ടി ഇടിച്ചുള്ള മരണവും ആക്സിഡൻറ്റും കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ആരോഗ്യരംഗം അടുക്കും ചിട്ടയും ശാസ്ത്രീയ അടിത്തറയുമുള്ള പ്രവർത്തനങ്ങളിലൂടെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്ന ഒരു കാലഘട്ടമാണിത് സാർ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ, നിയമനിർമ്മാണത്തിൽ, പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൽ, നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ആധുനിക സങ്കേതങ്ങൾ ചികിത്സയിൽ ഉപയോഗിക്കുന്നതിൽ ഉൾപ്പെടെ സാർ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ആരോഗ്യ മേഖല നടത്തുന്നത്. മത്സ്യമേഖല വളരെ വൈകാരികമായ ഒരു മേഖലയെന്ന നിലയിലും അതികഠിനമായ തൊഴിൽ ചെയ്യുന്ന മേഖലയെന്ന നിലയിലും ഒട്ടേറെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 3 വർഷം ഉണ്ടായത്. സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ആകെ രക്ഷകരായി കേരളത്തിൻ്റെ സൈന്യമായി മാറിയ ഈ ജനവിഭാഗത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഗവൺമെൻറ് ഏറ്റെടുത്തു. പൊതുമേഖലയിൽ തന്നെ ഒറ്റ കമ്പനിയായി നിലനിർത്തി കേരളത്തിൻ്റെ തനത് മാതൃകയിൽ മികച്ച നിലവാരത്തിലേക്ക് KSBയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് കേരള സർക്കാർ ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ട് പോളിംഗ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ 66, ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ 23, നിഷ്പക്ഷത പാലിക്കുന്നവർ 0. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.